കാണാം. ഇപ്പോൾ വാർത്താസമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ക്യാമ്പയിനായിരിക്കും ഇത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം അതാത് ജില്ലകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കും. ആർട്ട് ഡയറക്ഷൻ ദ വേ ഓഫ് ഇൻസ്പിറേഷൻ എന്ന പ്രോഗ്രാം കോളേജ് തലത്തിൽ സംഘടിപ്പിക്കും. എല്ലാ ക്യാമ്പസുകളിലും ഒരേ സമയം ആ പരിപാടിയുടെ ലോഞ്ചിങ് മന്ത്രിമാര്, ജനപ്രതിനിധികൾ, സിനിമാ പ്രവർത്തകർ മുതലായവരുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കും. വിവിധ NGOകളും അതിൽ സഹകരിച്ചു എന്ന് വരും. റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് എൻ്റെ കുടുംബം ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കും. 3 മാസത്തിനുള്ളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും പരമാവധി കുടുംബങ്ങളെ ലഹരിമുക്ത കുടുംബമാക്കുകയും ചെയ്യുന്ന റെസിഡൻസ് അസോസിയേഷനുകൾക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ സമ്മാനം നൽകും. സ്കൂൾ കോളേജ് തലത്തിൽ NSS, SPC, ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ തലങ്ങളിൽ സ്കൂൾ പാർലമെന്റ് സംഘടിപ്പിക്കും. ലഹരിമുക്ത സുരക്ഷിത വിദ്യാലയം, കുട്ടികളുടെ അവകാശം എന്ന പ്രമേയം അവതരിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും രാവിലെ 11 മണിക്ക് ഓഫീസ് മേധാവി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നതാണ്. കേരളം ലഹരിക്കെതിരായ പോരാട്ടം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജൂൺ 10 മുതൽ 16 വരെയുള്ള കാലയളവിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 13,700 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. 730 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 769 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 378 ഗ്രാം MDMA-യും 24 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഈ കാലയളവിൽ സംസ്ഥാനത്തൊട്ടാകെ ലഹരിയുമായി ബന്ധപ്പെട്ട 274 സോഴ്സ് റിപ്പോർട്ടുകൾ ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവിമാർക്ക് കൈമാറി. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ജൂൺ 8 മുതൽ ജൂൺ 14 വരെ 19.9 എന്നുവെച്ചാൽ 20 അടുത്ത് തന്നെ 19 കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി. 20.71 ഗ്രാം MDMA-യും 0.6 ഗ്രാം മെത്താഫിറ്റമിനും എക്സൈസ് പിടികൂടി. 238 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 221 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധമാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആവിഷ്കരിച്ചിട്ടുള്ളത്. വിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും ആസക്തിയും തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിവിധ പ്രവർത്തന പദ്ധതികളാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണം, സമൂഹത്തെ ശാക്തീകരിക്കൽ, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കൽ,
ഇവയെല്ലാമാണ് പ്രധാനം. സ്കൂൾ തലത്തിലെ ജാഗ്രതാ പ്രവർത്തനങ്ങൾ, ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ വിദ്യാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും എന്ന പോലെ രക്ഷാകർത്താക്കളും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പരിശീലന പരിപാടികളിൽ രക്ഷാകർത്താക്കളെ കൂടി ഉൾപ്പെടുത്തി മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ബോധ്യമുണ്ടാകൽ പ്രധാനമാണ്. അത് കണക്കിലെടുത്ത് പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിൽ ഈ സാമൂഹ്യ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൗമാര വിദ്യാഭ്യാസത്തിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് SCERT പ്രത്യേക പുസ്തകങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ലഹരി ഉപയോഗത്തിലുപരിയായി കുട്ടികളിലെ ലഹരി ഉപയോഗവും അക്രമോത്സുകതയും തിരിച്ചറിയുന്നതിനും ആവശ്യമായ പരിശീലനം അധ്യാപകർക്ക് നൽകാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായുള്ള പ്രാഥമിക കൗൺസിലിംഗ് നൽകുന്നതിന്, അധ്യാപകരെ പ്രാപ്തരാക്കുന്നതിന് ഉള്ള പരിശീലനങ്ങൾ തുടരുകയാണ്. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായി സ്കൂളുകളിൽ എക്സൈസിന്റെ സഹായത്തോടെ ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രതാ ബ്രിഗേഡ് എന്ന രീതിയിൽ 30 മുതൽ 50 വരെ കുട്ടികളുടെ ഗ്രൂപ്പ് രൂപപ്പെടുത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുമുണ്ട്. മയക്കുമരുന്ന് സംബന്ധമായ പ്രശ്നങ്ങളിൽ പിയർ ഗ്രൂപ്പ് സഹായത്തോടെ സമീപനം നടത്തുക, ട്രിഗർ ക്ലസ്റ്ററുകളും ക്യാമ്പസ് കമ്മ്യൂണിറ്റി വില്ലേജിലെ മയക്കുമരുന്ന് പ്രചാരണത്തെക്കുറിച്ചുള്ള കമ്മ്യൂണിറ്റി സംവാദങ്ങൾ സംഘടിപ്പിക്കുന്ന വർജ്യം പാർലമെന്റും നടപ്പാക്കുന്നു. കൗമാരക്കാരായ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷി വളർത്താനും വ്യക്തിത്വ വികാസത്തിനുമായി ജീവിതോത്സവം 2025 എന്ന പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രവർത്തനാധിഷ്ഠിതവും പരിവർത്തനോന്മുഖവുമായ ചാലഞ്ചുകളുടെ രൂപത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ 21 ദിനങ്ങളിലായി സംഘടിപ്പിക്കും. പരിപാടിയുടെ സമാപന വേളയിൽ ജീവിതോത്സവം 2025 എന്ന പേരിൽ സ്റ്റേറ്റ് ഇന്റഗ്രേഷൻ കാർണിവൽ സംഘടിപ്പിക്കും. ലഭ്യമായ പരാതികൾ ആഴ്ചയിൽ ഒരു ദിവസം പ്രധാന അധ്യാപകന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. കുട്ടികളുടെ ശാരീരിക ആരോഗ്യക്ഷമതക്കും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനും സുംബ പോലുള്ള വ്യായാമ മുറകൾ അധ്യാപകർക്ക് പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളും വിവിധ സംഘടനകളും ജനങ്ങളുടെ മറ്റു കൂട്ടായ്മകളും എല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ലഹരി വിപത്തിനെതിരെ അണിനിരക്കുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അതിന്റെ വാർഷിക പരിപാടിയിൽ തന്നെ ലഹരിക്കെതിരെ ജനകീയ ബോധവൽക്കരണവും ജാഗ്രതയും ഉറപ്പുവരുത്താനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലഹരിമുക്ത കോഴിക്കോട് എന്ന ഈ സംയോജിത പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 20 ലക്ഷം ആളുകളെ അണിനിരത്തി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 ടു മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ ഒരു ജനകീയ പ്രതിജ്ഞാ പരിപാടി നടത്താൻ പോവുകയാണ്. ഇത്രയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ബൃഹത്തായ ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനും
അതിൽ പങ്കുചേരുന്ന ജനങ്ങൾക്കും ഹാർദമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തട്ടെ. മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിയ ജനകീയ ക്യാമ്പയിനും മികച്ച മാതൃകയാണ് നാടിന് സമ്മാനിച്ചത്. ഏപ്രിൽ 16 തുടക്കമിട്ട മയക്കുമരുന്നിനെതിരെ കാട്ടാക്കട എന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിന്റെ 1ാം ഘട്ടം മെയ് 28 നടന്ന അതിവിപുലമായ മാനവ ശൃംഖലയോടുകൂടിയാണ് സമാപിച്ചത്. ക്യാമ്പയിന് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികളാണ്. ഈ ജനകീയ മാതൃകകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനും സമാനമായ പരിപാടികൾ വ്യാപിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ശക്തമായി മഴ തുടരുകയാണ്. കാലവർഷം ആരംഭിക്കുകയും ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് മെയ് 27 മുതൽ 31 വരെ വ്യാപകമായ മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് തെക്കൻ ഗുജറാത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇത് ശക്തി പ്രാപിച്ചേക്കാം. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പരമാവധി 40-60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നിലവിൽ 26 ക്യാമ്പുകളിലായി 451 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ 104 വീടുകളാണ് പൂർണ്ണമായി തകർന്നത്. 3772 വീടുകൾ ഭാഗികമായി തകർന്നതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത്. നമ്മുടെ കേരള തീരത്തിനടുത്തായി ഉണ്ടായ കപ്പൽ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് കടലിലും കരയിലുമായി അടിയുന്ന വസ്തുക്കളും അതിൻ്റെ അനുബന്ധ വിവരശേഖരണത്തിനുമായി ഒരു വെബ് ആപ്ലിക്കേഷൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വികസിപ്പിച്ചിട്ടുണ്ട്. വസ്തു കണ്ടെത്തിയ വ്യക്തിയുടെ പേര്, മൊബൈൽ നമ്പർ, കാണപ്പെട്ട വസ്തുവിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ, വസ്തു കാണപ്പെട്ട ലൈവ് ലൊക്കേഷൻ അല്ലെങ്കിൽ അടുത്ത ലാൻഡ്മാർക്ക്, ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ വഴി ശേഖരിക്കുന്നത്. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ വരെയുള്ള കണക്കനുസരിച്ച് 65 കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെത്തി. ഇവ വിവിധ പോർട്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം കോവളം ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയ 21 ബാരലുകൾ വിഴിഞ്ഞം തുറമുഖത്തെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. കപ്പലപകടങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് സംശയിക്കുന്ന 2 ബാരലുകൾ കൊല്ലം ജില്ലയിലെ ആലപ്പാട്, കാസർഗോഡ് ജില്ലയിലെ കുമ്പള, കോയിപ്പാടി എന്നിവിടങ്ങളിൽ കരക്കടിഞ്ഞിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വൻഹായ് 503 കപ്പൽ നിലവിൽ കേരള തീരത്ത് നിന്ന് 57 നോട്ടിക്കൽ മൈൽ ദൂരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ദൂരത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. കപ്പലിൽ ഇപ്പോഴും തീയും പുകയും ഉള്ളതായാണ് റിപ്പോർട്ടുകൾ. കപ്പലിൽ നിന്ന് താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്കുഭാഗത്തും ആലപ്പുഴ, കൊല്ലം ജില്ലയുടെ തീരങ്ങളിലുമായി വന്നടിയാൻ സാധ്യതയുള്ളതായി കോസ്റ്റ് ഗാർഡ്, ITOPF എന്നിവരിൽ നിന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കപ്പലിൽ നിന്ന് വീണത് എന്ന് സംശയിക്കുന്നതായ ഒരു വസ്തുവും കടൽ തീരത്ത് കണ്ടാൽ സ്പർശിക്കാൻ പാടില്ല. 200 മീറ്ററെങ്കിലും അകലം പാലിച്ചു മാത്രം നിൽക്കണം. ഇത്തരം വസ്തുക്കൾ
കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ 112 വിളിച്ച് വിവരം അറിയിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് സയനിസ്റ്റ് ഭീകരത ആക്രമണം നടത്തിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒത്താശയോടെ ഇറാനെതിരെ അവർ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകമാകെ ഒന്നിച്ച് ശബ്ദമുയർത്തണം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിന്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണം. ഇന്ത്യ ഗവൺമെന്റ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണം. ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരമുയർത്താനും ഇന്ത്യ തയ്യാറാകണം. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൌസിലെ റെസിഡന്റ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൌസിൽ താമസ സൗകര്യം ഒരുക്കുകയും ഇതിനുശേഷം നാട്ടിലേക്ക് വരുന്നതിനുള്ള മറ്റു സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതി ആശങ്കാജനകമായാണ് തുടരുന്നത്. ഈ പശ്ചാത്തലത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പേർ രജിസ്റ്റർ ചെയ്യണം. നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്റർ 180042539339. ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര മിസ്ഡ് കോൾ +918802012345. ഇവരുടെ വിവരം വിദേശകാര്യ മന്ത്രാലയത്തിനും ഇറാനിലെയും ഇസ്രയേലിലെയും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുടർ നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് ഇന്ന് നിങ്ങളുടെ ആമുഖമായി പറയാനുള്ളത്. സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി ഗവർണറെ അറിയിച്ചത്. അത് നമുക്ക് വ്യക്തിപരമായി ഓരോരുത്തർക്കും പല ആശയങ്ങളും പല വിശ്വാസങ്ങളും അതിന്റെ ഭാഗമായുള്ള നടപടികളും ഉണ്ടായേക്കാം. പക്ഷെ സർക്കാർ പരിപാടി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പൊതു ബിംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നില വന്നതുകൊണ്ടാണ് അതിനോട് യോജിപ്പില്ല എന്ന് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചത്. അത് പിന്നീട് ഗവർണർക്കും ബോധ്യപ്പെട്ടു എന്നാണ് തോന്നുന്നത്. കാരണം പിന്നീട് അതിലൊരു വിശദീകരണം വന്നത് ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരത്തിലുള്ള ഒരു ചിഹ്നവും വെക്കില്ല എന്ന് തന്നെ അറിയിക്കുന്ന നില രാജ്ഭവന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത്തരമൊരു പ്രസ്താവന നൽകുന്നതിനിടയായത് ഈ സ്വീകരിച്ച നടപടിയിൽ എന്തോ അപാകതയുണ്ട് എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ. ഏതായാലും സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. അത് അംഗീകൃത നടപടിക്രമങ്ങളനുസരിച്ച് മാത്രമേ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രദർശനം അവിടെ നടത്താൻ പറ്റില്ല. അതാണ് സർക്കാർ അക്കാര്യത്തിൽ സ്വീകരിച്ചുള്ള നിലപാട്. രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ ഇനിയും ആ രീതിയിൽ തന്നെ തുടരുമെന്നാണ് രാജ്ഭവൻ അറിയിച്ചത്.
അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഔദ്യോഗിക പരിപാടിയിൽ രാജ്ഭവൻ പല പരിപാടി ഉണ്ടാവില്ല. അവിടെ ഇപ്പൊ അദ്ദേഹം ഒരു കുടുംബപരമായ ഒരു പരിപാടി നടന്നു, മറ്റേതെങ്കിലും നടന്നു, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഔദ്യോഗിക പരിപാടിയിൽ ഇങ്ങനെയുള്ള ഭാരതാംബയുടേതാണല്ലോ ഇപ്പോൾ വന്നത്, അങ്ങനെ ഒരു ചിത്രം വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് നാം കാണേണ്ട ഒരു വിഷയം. ഇവിടെ രാജ്ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമാണ്. അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികൾ, അവിടുത്തെ പൊതുവായ പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ, അതിൻ്റെ ചിഹ്നങ്ങൾ, അതെല്ലാം പൊതുവിൽ നമ്മുടെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം, ഭരണഘടനാനുസൃതമായിരിക്കണം എന്നർത്ഥം. ഇവിടെ RSS നമ്മുടെ രാജ്യത്ത് കുറെ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ഒരു സ്ഥലമായി മാറ്റാൻ പാടില്ല. മാത്രമല്ല, രാജ്ഭവൻ എന്നത് രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഒരു വേദിയായി മാറ്റേണ്ടി ഒന്നുമല്ല. ഇത്തരമൊരു പ്രവണത അത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരമൊരു നിലപാടും സാധാരണഗതിയിൽ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോ ചിലർ ചോദിക്കുന്നത്, ഈ ഭാരതാംബയെ അംഗീകരിക്കുന്നതിന് എന്താണ് പ്രയാസം എന്ന് ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ കാണേണ്ടത്, നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒന്നല്ല ഈ ഭാരതാംബ എന്ന ചിത്രീകരണം. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSന്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പൊ RSSന്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കൂ, അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് RSSന്റെ ചിഹ്നം RSSകാർ കൊണ്ടു നടക്കട്ടെ, മറ്റുള്ളവരെല്ലാം അത് അംഗീകരിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത്തരമൊരു നിലപാട് സ്വീകരിപ്പിക്കുന്നതിന് രാജ്ഭവനെ ഉപയോഗിക്കാനും പാടില്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ ആധാരശിലയാണല്ലോ ഭരണഘടന. ഈ ഭരണഘടനയോട് ഉള്ള RSSന്റെ നിലപാട്, സമീപനം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. 1925 RSS രൂപീകൃതമാകുന്നത്. ആ കാലം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം ശക്തിയാർജിച്ച കാലമാണ്. എന്നാൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന നിലപാടുകളോട്, അതിന്റെ പ്രത്യയശാസ്ത്ര സങ്കല്പങ്ങളോട് തീർത്തും വിയോജിച്ച സംഘടനയായിരുന്നു RSS. അത് വലിയ തോതിൽ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു, പരസ്യമായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് രൂപം നൽകി. ആ ഭരണഘടന രൂപം കൊണ്ട അപ്പം തന്നെ RSS അതിനോട് വിയോജിച്ചു. അതിലെ അതൃപ്തി, അതിലുള്ള അസന്തുഷ്ടി അവര് മറച്ചുവെച്ചില്ല, പരസ്യമായി രേഖപ്പെടുത്തി. മാത്രമല്ല, ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത്? ഇതല്ല ആവശ്യം, മനുസ്മൃതിയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവര് ഉയർത്തിപ്പിടിച്ചത്. ഇത് 1949 നവംബർ 30 RSSന്റെ മുഖപത്രം ഓർഗനൈസർ
വ്യക്തമാക്കിയ കാര്യമാണ്. അവരുടെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കിയ കാര്യമാണ്. 1947 ജൂലൈ 17 ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയലുണ്ട്. അതിൽ RSS ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവി നിറത്തിലുള്ളതാകണമെന്നാണ്. അതായിരുന്നു അവരുടെ ആവശ്യം. ആ പതാകയാണ് ഈ ചിത്രത്തിൽ ഉള്ള അവർ പറയുന്ന ഭാരതാംബയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഭരണഘടനയോടും ദേശീയ പതാകയോടും അസഹിഷ്ണുത പുലർത്തിയ ഒരു സംഘടനയാണ് RSS. രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഒന്നല്ലാത്ത ഒന്നിനെ അത് ഔദ്യോഗികമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ബോധപൂർവം RSS ശ്രമിക്കുകയാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യസമര കാലത്ത് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത സംഘടനയാണ് RSS. എന്നാൽ അവര് ആ ഘട്ടത്തിലും മുന്നോട്ട് വെച്ച കാര്യം ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കണമെന്നായിരുന്നു. ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് അവരന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാന വിഭാഗം ന്യൂനപക്ഷങ്ങളാണ്. മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ. ഇവരാണ് ആഭ്യന്തര ശത്രുക്കളെന്നാണ്. അതേസമയം അന്നത്തെ ബ്രിട്ടീഷ് രാജിന് പൂർണ്ണമായും പാദസേവ ചെയ്യുന്ന നിലയാണ് RSS സ്വീകരിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിട്ടാണല്ലോ നിലനിന്നിരുന്നത്. അത് സ്വതന്ത്ര ഇന്ത്യയിൽ ലയിക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യാൻ ഏതെങ്കിലും RSSകാരനുണ്ടായിരുന്നോ? ഒരു RSSകാരനും അതിനുണ്ടായിരുന്നില്ല. മാത്രമല്ല, അന്നത്തെ ദിവാന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ് അവർ ചെയ്തത്. ഇപ്പോൾ രാജ്ഭവനിലെ ഈ പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ഭൂപടാണോ? അതൊരു നോട്ടത്തിൽ എല്ലാം എന്നാണ് കാണുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ ഭൂപടമാണ്. ദക്ഷിണേഷ്യയിലെ രാജ്യങ്ങളെ ഒറ്റ ഹിന്ദുത്വ രാഷ്ട്രമായി ഏകീകരിക്കണമെന്ന RSSന്റെ വർഗീയ അജണ്ടയുണ്ട്. ആ വർഗീയ പ്രോജക്റ്റിന് നമ്മുടെ രാജ്യത്തിലെ ഭരണഘടന ഒരു പിന്തുണയും പിൻബലവും നൽകിയിട്ടില്ല. അതിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഭരണഘടന നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒന്നിനെ അംഗീകരിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല. ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. രാജ്ഭവനെ RSS ശാഖയുടെ നിലവാരത്തിലേക്ക് താഴ്ത്താൻ ശ്രമിക്കരുത്. ഈ RSSനെ പറ്റി വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിമുഖത്തിൽ പറഞ്ഞത് ഈ അടിയന്തരാവസ്ഥക്കാലത്ത് RSS സർക്കുലറുമായി കൂട്ടിച്ചേർന്നിട്ടുണ്ടെന്നാണ്. അത് ഇവിടെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുന്നു. അന്ന് ജനതാ പാർട്ടിയുമായി സഹകരിച്ച കാര്യമൊക്കെ പറഞ്ഞ് ഗോവിന്ദ വിശദീകരണം പറഞ്ഞു. ഇത് ഈ സമയത്ത് പറയാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ച് CPI നിന്നും ഉയർന്നു. എന്താ ചോദ്യം? RSSമായിട്ട് അടിയന്തരാവസ്ഥക്കാലത്ത് കൂട്ടിച്ചേർന്നെന്ന് ഗോവിന്ദ മാഷ് ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു. അതിപ്പോ ഒരു വലിയ പൊളിറ്റിക്കൽ ഡിബേറ്റായി മാറിയിട്ടുണ്ട്. മാഷോട് അങ്ങനെ അതുമായി പ്രതികരണം അനവസരത്തിലായി പോയോ എന്ന് കരുതുന്നു. വിവാദമാകില്ലെന്ന് ഭാഷണം ചോദിക്കുമ്പോൾ വിവാദമായിക്കോട്ടെ, പക്ഷെ സഹകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് സത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊക്കെ യാഥാർത്ഥ്യങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇപ്പോ ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായി വാർത്തകൾ വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ വസ്തുതകൾ എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ സംശയങ്ങൾ തീരേണ്ടതാണ്.
നമ്മുടെ നാട്ടില് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമുണ്ട്. സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയം എവിടെയും തുറന്നു പറയാറുണ്ട്. അതങ്ങനെ മറച്ചു വെക്കാറില്ല. എത്ര വലിയ ശത്രുവായാലും ആ ശത്രുവിന്റെ മുന്നിലും തലകുനിക്കാതെ രാഷ്ട്രീയം പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് CPI. മാത്രമല്ല, സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ശത്രുവിന്റെ മുന്നിലും നടത്തുന്നതിനും ഞങ്ങൾ അറച്ചു നിൽക്കാറില്ല. ഇവിടെ ശത്രുവിന്റെ ആക്രമണങ്ങൾ പലതും ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ കാലത്തും CPI തയ്യാറായിട്ടുമുണ്ട്. ഇവിടെ കാണേണ്ട വസ്തുത, ഞങ്ങളിൽ ആരെങ്കിലും RSSനെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ RSS ആരാധിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ വെച്ച കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അത് നമ്മുടെ കേരളത്തിന്റെ അനുഭവത്തിലുണ്ടല്ലോ. അത്തരം ചില ഫോട്ടോകൾക്ക് മുന്നിൽ ചിലര് താണു വണങ്ങിയ നില കേരളം കണ്ടതാണല്ലോ. അങ്ങനെയൊന്നുമുള്ള നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയോ പാർട്ടിക്കാരോ അല്ല CPIയും CPMകാരും. ഇവിടെ തലയുയർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെയും BJPയെയും ലീഗിനെയും ചെറുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരു കാലത്തും ഒരു ഭാഗത്ത് ഒരു വർഗീയ ശക്തിയും മറ്റൊരു ഭാഗത്ത് മറ്റൊരു വർഗീയ ശക്തിയെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. ഒരു വർഗീയതയെയും ഒന്നിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറായിട്ടില്ല. എല്ലാ വർഗീയതയോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ LDF ഈ അവസരവാദപരമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും നിലപാടുകളെ നല്ല രീതിയിൽ നേരിട്ട് പരാജയപ്പെടുത്തി മുന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. നമ്മുടെ കേരളത്തിൽ പല അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കോലീബി സഖ്യം, അത് നമ്മുടെ നാടിനുണ്ടായ അനുഭവമാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് നേരെ കോൺഗ്രസ് കളിച്ച കളിയും ഈ നാട് കണ്ടതാണല്ലോ. അതെല്ലാം ആർക്കെങ്കിലും പെട്ടെന്ന് മറന്നുപോകുന്ന ഒരു കാര്യമല്ലല്ലോ. എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണല്ലോ. നമ്മൾ കാണേണ്ടത്, ഞങ്ങളുടെ 215 സഖാക്കളെ കൊലപ്പെടുത്തിയ വിഭാഗമാണ് RSS. ആ അരുംകൊലക്ക് നേതൃത്വം കൊടുത്ത സംഘടനയാണ് RSS. അതെല്ലാം ഈ നാട്ടിൽ സംഭവിച്ചതാണല്ലോ. ഈ 215 ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് RSS ചെയ്തത് ശരിയായില്ല എന്നെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ RSSനെ ആക്ഷേപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇവിടെ RSS ശാഖക്ക് കാവൽ നിൽക്കലായിരുന്നു അന്നേരം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞത് ആരായിരുന്നു? കോൺഗ്രസിന്റെ പഴയ KPCC പ്രസിഡന്റല്ലേ ആ പറഞ്ഞത്? എന്താ അത് കാണിക്കുന്നത്? ഏറ്റവും വിശ്വസിക്കാവുന്ന മിത്രം എന്ന നിലക്ക് കണ്ടതുകൊണ്ടല്ലേ കാവൽ നിൽക്കാൻ RSSകാര് കോൺഗ്രസ് നേതാക്കളെ സമീപിച്ചത്? ഇതെല്ലാം നമ്മുടെ നാട് കൃത്യമായി
മനസ്സിലാക്കിയ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വിവാദമുണ്ടാക്കി RSSുമായി ബന്ധപ്പെടുത്തി CPIMനെ ചിത്രീകരിക്കാം എന്ന് വെച്ചാൽ അത് അത്ര വേഗം അങ്ങ് ഏശുന്ന കാര്യമല്ല. അതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ RSSുമായുള്ള ബന്ധത്തിൻ്റെ കാര്യം നോക്കിയാൽ ഞങ്ങൾക്ക് RSSുമായി യോജിപ്പിൻ്റേതായ ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത. കാരണം അവര് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആരാധിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ നേരെ നിന്നുകൊണ്ട് ആ സംഘടന ഉയർത്തുന്ന ആശയങ്ങൾക്കും അവരുടെ നടപടികൾക്കുമെതിരായി പോരാടുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ സഖാക്കളെ കൊലപ്പെടുത്തിയ വിവരം ഞാൻ നേരത്തെ പറഞ്ഞു. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. കോൺഗ്രസിനെയോ UDF കക്ഷികളെയോ അല്ല ആഭ്യന്തര ശത്രുക്കളായി അവർ കണ്ടത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതാണ് അവരുടെ അടിസ്ഥാന നിലപാട്. ആയിരത്തി 1925 ഈ സംഘടന രൂപം കൊള്ളുന്നത്. ഇന്ന് വരെ അവരോട് ഐക്യപ്പെടാൻ കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. അവരോടുള്ള കാര്യത്തിലുള്ള സമീപനം ഇന്നലെയും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല, നാളെയും യോജിപ്പുണ്ടാവില്ല. ഇതാണ് CPIMന്റെ അവരുള്ള നിലപാട്. RSS എന്നല്ല, ഒരു വർഗീയ ശക്തിയോടും ഞങ്ങൾ ഐക്യപ്പെടില്ല. അതുകൊണ്ടാണ് എല്ലാ വർഗീയ ശക്തികളും ഞങ്ങളെ എതിർക്കാൻ തയ്യാറാകുന്നത്. ഇപ്പം 50 വർഷം മുൻപ് അടിയന്തരാവസ്ഥ നാട്ടിലുണ്ടായല്ലോ, രാജ്യത്ത്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ അമിതാധികാര വാഴ്ചയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ആരുടെയെങ്കിലും തണലിൽ നിന്നുകൊണ്ടല്ല ഞങ്ങൾ അതിൽ പങ്കാളികളായത്. അന്നത്തെ ഭരണകൂടത്തിന്റെ ആക്രമണത്തിനിരയായി ഞങ്ങളുടെ അനേക സഖാക്കൾ ആക്രമണത്തിനിരയായിട്ടുണ്ട്. കടുത്ത മർദ്ദനം, ചിലർക്ക് ജീവഹാനി, ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അന്ന് നിലവിലുണ്ടായിരുന്ന അർദ്ധഫാസിസ്റ്റ് ഭീകരവാഴ്ച അത് അവസാനിപ്പിക്കാനുള്ള പോരാട്ടത്തിലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നടന്ന പ്രക്ഷോഭത്തിലും ഞങ്ങളായി തന്നെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്തത്. എല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. RSS അക്രമങ്ങൾക്കെതിരെ CPIM ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഘട്ടം കൂടിയായിരുന്നു അത് എന്ന് ഓർക്കണം. ഈ പറയുന്ന 1977-79 കാലം കണ്ണൂർ ജില്ലയിൽ മാത്രം അനവധി രക്തസാക്ഷികളാണ് CPIMനുണ്ടായിരുന്നത്. പ്രതിസ്ഥാനത്ത് RSSുമായിരുന്നു. ആ ഘട്ടത്തിൽ CPIM RSSുമായി സഹകരിക്കുകയായിരുന്നു. ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗമായി അവര് പ്രവർത്തിക്കുകയായിരുന്നു. 1977 ജനതാ പാർട്ടി രൂപീകൃതമാകുന്നത്. ജനസംഘം എന്ന പാർട്ടി അതിൽ ലയിച്ചു എന്നത് വസ്തുതയാണ്. യഥാർത്ഥത്തിൽ നാം കാണേണ്ടത് അടിയന്തരാവസ്ഥ കാലത്ത് CPIMും RSSും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. RSS പോയിട്ട് രാഷ്ട്രീയ പാർട്ടിയായ ജനസംഘവുമായും ഒരു സഹകരണവും ആ കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ജനതാ പാർട്ടി എന്ന നിലക്ക് രൂപം കൊണ്ടതിന് ശേഷം
അതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ്? അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പാണ് ഉണ്ടായത്. പ്രധാനമായും സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത്. 1977 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്നത്തെ ഒരു വിശാല മുന്നണി, ആ വിശാല മുന്നണി ജനതാ പാർട്ടിയായി രൂപപ്പെട്ടു. ഞങ്ങളതിലില്ല. CPIM അപ്പോഴും വേറിട്ട് നിൽക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയിലെ കോൺഗ്രസ് ഏകാധിപത്യ ഭരണത്തിനെതിരെ ഉയർന്നു വന്ന വിശാല ഐക്യത്തിലുണ്ടായിരുന്ന കക്ഷികൾ ഒന്നിച്ചു ചേർന്നാണ് ഈ പറയുന്ന ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. ഭാരതീയ ലോക്ദൾ, സംഘടനാ കോൺഗ്രസ്, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള വിവിധ പാർട്ടികൾ ലയിച്ചാണ് 1977 ജനുവരി 23 ജനതാ പാർട്ടി രൂപീകരിച്ചത്. ഈ ജനതാ പാർട്ടിയിൽ പിന്നീട് ജനസംഘവും ലയിക്കുകയായിരുന്നു. ഇവിടെ ജനസംഘവും മറ്റെല്ലാ പാർട്ടികളെയും പോലെ, ജനതാ പാർട്ടിയിൽ ചേർന്ന മറ്റെല്ലാ പാർട്ടികളെയും പോലെ അവരുടെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത്. ഏതായാലും അന്നും ഇന്നും എല്ലാവരും കണ്ടൊരു വസ്തുതയുണ്ട്. CPIM ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടില്ല. CPIM CPIയുമായി തന്നെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. സ്വന്തം നിലയിൽ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്യുകയായിരുന്നു CPIM ചെയ്തത്. അന്ന് കോൺഗ്രസിനോടും ഇന്ദിരാഗാന്ധിയോടുമുള്ള RSSന്റെ സമീപനം എന്തായിരുന്നു എന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അറിവുണ്ടാകാതിരിക്കാൻ വഴിയില്ല. പ്രശസ്ത മാധ്യമപ്രവർത്തകയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പൊളിറ്റിക്കൽ എഡിറ്ററുമായിരുന്ന നീരജ് ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന ഈ പുസ്തകമാണ്. ഇത് അദ്ദേഹം കാണാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല. ഗവേഷണാത്മകമായ ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണിത്. ആ പുസ്തകത്തിൽ RSSന്റെ അക്കാലത്തെ നിലപാടിനെ കൃത്യമായി വരച്ചു കാട്ടിയിട്ടുണ്ട്. ജനതാ സർക്കാരിനെ വീഴ്ത്തി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നതിന് ശേഷം പലതവണ RSSുമായി ഇന്ദിരാഗാന്ധി നല്ല ബന്ധമാണ് സൂക്ഷിച്ചിരുന്നത് എന്ന് പുസ്തകം പറയുന്നു. 1982 RSS സർ സംഘചാലിൻ്റെ സഹോദരനായ ബാബുറാവ് ദേവറസിൻ്റെ അടുത്തേക്ക് തൻ്റെ മകനും MP-യുമായ രാജീവ് ഗാന്ധിയെ ഇന്ദിരാഗാന്ധി പറഞ്ഞയക്കുന്നു. കപിൽ മോഹനാണ് ഇതിന് ഇടനില നിന്നത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചാണ് ആദ്യ കൂടിക്കാഴ്ച നടന്നത്. പിന്നീട് കൂടിക്കാഴ്ച നടന്നത് നമ്പർ 10 ജൻപതിൽ വെച്ചാണ് എന്നും പുസ്തകത്തിൽ പറയുകയാണ്. ബാബുറാവിൻ്റെ കൂടെ BJP നേതാവ് സുഭാഷ് ആര്യയും ഉണ്ടായിരുന്നു. ബാബുറാവ് ദേവറസിനെ കണ്ടപ്പോൾ രാജീവ് ഗാന്ധി ഉപചാരപൂർവം കാൽ തൊട്ട് വണങ്ങുന്നതിന് താൻ സാക്ഷിയായിരുന്നുവെന്ന് അക്കാലത്തെ കോൺഗ്രസ് MP-യും പിന്നീട് ഗവർണറുമായിരുന്ന ബൻവാരിലാൽ പുരോഹിത് പറഞ്ഞതായും പുസ്തകത്തിൽ പറയുകയാണ്. 1980 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്ക് അധികാരം ലഭിക്കാൻ RSS സഹായിച്ചുവെന്ന് അനിൽ ബാലി ഉറപ്പിച്ചു പറയുന്നതായി ഈ പുസ്തകത്തിലുണ്ട്. അനിൽ ബാലി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്. RSSന്റെ പിന്തുണയില്ലായിരുന്നെങ്കിൽ 353 സീറ്റുകൾ നേടാൻ കഴിയില്ലായിരുന്നുവെന്ന് ഇന്ദിര സ്വകാര്യമായി സമ്മതിച്ചിരുന്നതായും ബാലി അവകാശപ്പെടുന്നു. പേജ് 67 ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്.
അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് RSS പിന്തുണ നൽകിയിരുന്നതായി അക്കാലത്തെ IB മേധാവിയായിരുന്ന TV രാജേശ്വർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1984 തെരഞ്ഞെടുപ്പിന് മുൻപ് RSS നേതാവ് നാനാജി ദേശ്മുഖ് കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് പരസ്യമായി ആഹ്വാനം ചെയ്തിരുന്നു. ജാതിയിലോ മതത്തിലോ അല്ല, മുദ്ര കൈപ്പത്തിയിൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇതിൽ 137, 138 പേജുകളിൽ അത് പറയുകയാണ്. 1986 രാമജന്മഭൂമിയിലെ പൂട്ടുകൾ തുറക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ തീരുമാനത്തെ RSS, പ്രത്യേകിച്ച് ബാബുറാവ് ദേവറസ് സ്വാധീനിച്ചിരുന്നു. പൂട്ടുകൾ തുറന്ന് ഹിന്ദുക്കളുടെ നേതാവാകൂ എന്ന് ബാബുറാവ് രാജീവിന് സന്ദേശം അയച്ചിരുന്നു. ആ കാര്യവും ഈ പുസ്തകത്തിലെ 145, 146 പേജുകളിൽ പറയാണ്. ഇതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ. ഞാൻ തീരട്ടെ ധൃതിപ്പെടല്ല. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മുൻ IB തലവൻ TV രാജേശ്വർ കരൺ താപ്പറിന് ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. 1975 അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ തീരുമാനത്തിന് RSS പിന്തുണയുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അത് IB തലവനായിരുന്ന ആൾ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. രാജേശ്വർ എഴുതിയ ഇന്ത്യ ദ ക്രൂഷ്യൽ ഇയേഴ്സ് എന്ന പുസ്തകത്തിലും ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അതായത് RSS 20 പരിപാടികൾക്കുൾപ്പെടെ അനുകൂലമായിരുന്നു. അവർക്ക് അടിയന്തരാവസ്ഥയോട് എതിർപ്പുമുണ്ടായിരുന്നില്ല. ചില ജനസംഘക്കാർ അടിയന്തരാവസ്ഥയോട് എതിർപ്പറിയിച്ചു, പിന്നീട് ജനതാ പാർട്ടിയിൽ ചേർന്നു എന്നുള്ളത് ശരിയാണ്. ഇതാണ് RSS സ്വീകരിച്ച നിലപാട്. ആ RSSനോട് ഞങ്ങൾക്കാണോ കോൺഗ്രസ്സിനാണോ ബന്ധമുണ്ടായിരുന്നത്? ഇത് കോൺഗ്രസ് നേതാക്കന്മാർ പറയുമ്പോൾ അവർ തന്നെ ആലോചിക്കുന്നത് നല്ലതാണ്. 1977 സവിശേഷമായ സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. ജീവിക്കാനുള്ള അവകാശം പൗരന്മാർക്ക് നിഷേധിക്കപ്പെട്ട അവസ്ഥ, ഹേബിയസ് കോർപ്പസ് അടക്കമുള്ള ഭരണഘടനാ പരിഹാരങ്ങൾ നിഷേധിക്കപ്പെട്ട അവസ്ഥ. അതായത് ജീവിക്കാനുള്ള അവകാശം മൗലികാവകാശമാണല്ലോ. മൗലികാവകാശങ്ങൾ എടുത്തു കളഞ്ഞു, പിന്നെ ആ അവകാശമില്ല. അതായിരുന്നു അവസ്ഥ. തുർക്ക്മാൻ ഗേറ്റ് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങളെ കൂട്ടത്തോടെ വേട്ടയാടിയ തിക്ത അനുഭവങ്ങൾ, തൊഴിലാളികളെ സംഘടിക്കാനുള്ള തൊഴിലാളികൾക്ക് അവകാശമില്ല, ബോണസ് നിഷേധിച്ച കാലം, പൗരസ്വാതന്ത്ര്യങ്ങൾ വീണ്ടെടുക്കാനും മനുഷ്യനെ പോലെ ജീവിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നിർണായക പോരാട്ടമാണ് ആ കാലത്ത് നടന്നത്. ആ സമയത്ത് ആ പോരാട്ടങ്ങളുടെ മുന്നിൽ CPIM നിന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പോരാട്ടം വന്നപ്പോൾ അന്നുള്ള ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുമുണ്ട്. 1979 RSSകാർ ജനതാ പാർട്ടിയിൽ അംഗത്വം വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പ്രശ്നം ഉയർന്നു വന്നു. അതായത് ഇരട്ട അംഗത്വ പ്രശ്നത്തിൽ അത് കൂടുതൽ മൂർച്ഛിച്ചു. അങ്ങനെയാണ് ജനതാ പാർട്ടി വളരുന്നത്, മൊറാർജി സർക്കാർ നിലംപതിക്കുകയും ചെയ്തത്. അതിനുശേഷം 1980 നടന്ന തെരഞ്ഞെടുപ്പിൽ RSSകാർ മുൻ ജനസംഘക്കാരടങ്ങുന്ന അവശിഷ്ട ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അടങ്ങുന്ന UDF ആണ്. ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വമുള്ള UDF മുന്നണിയാണ്. കാസർഗോഡ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ മുന്നണിയുടെ സംയുക്ത സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ
ആയിരുന്നില്ല. അന്നത്തെ ജനസംഘത്തിൻ്റെ സമുന്നതനായ നേതാവ് സാക്ഷാൽ ഒ രാജഗോപാലായിരുന്നു. 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിങ്ങളം മണ്ഡലത്തിലും ഇതേ സംഭവമുണ്ടായി. കോൺഗ്രസ് മുന്നണിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി സാക്ഷാൽ KG മാരാറായിരുന്നു. മാരാറെ അറിയാലോ എല്ലാവർക്കും. കേരളത്തിലെ ഏറ്റവും ആദരണീയനായ ജനസംഘം നേതാവായിരുന്നു അദ്ദേഹം. അന്ന് കോൺഗ്രസ് പിന്തുണച്ച KG മാരാരെ തോൽപ്പിച്ചത് LDFിൻ്റെ സ്ഥാനാർത്ഥിയായ AK ശശീന്ദ്രനായിരുന്നു. 1980 എന്ത് സവിശേഷ സാഹചര്യത്തിലാണ് RSS അടങ്ങുന്ന ജനതാ വിഭാഗവുമായി UDF സഖ്യമുണ്ടാക്കിയത്? അത് ഇതേവരെ വിശദീകരിക്കപ്പെടാത്ത കാര്യമാണ്. ഇതിൻ്റെ തുടർച്ചയായാണ് ഒളിഞ്ഞും തെളിഞ്ഞും കോലീബിയായും അല്ലാതെയും കോൺഗ്രസ് അവസരവാദപരമായ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കഥകൾ എടുത്തു പറഞ്ഞാൽ ഇനിയും കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. CMA ഇതെല്ലാം അറിയാവുന്ന MV ഗോവിന്ദ മാഷ് അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ പാടുണ്ടായിരുന്നു. അത് തെറ്റെന്ന് പറയുന്നല്ലേ നല്ലത്? വളച്ചൊടിക്കുന്നതെന്ന് പറഞ്ഞാൽ കേട്ട കാര്യമാണല്ലോ. RSSനോടുള്ള നിലപാടാണല്ലോ ചോദിച്ചത്. CPIMൻ്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. ഗോവിന്ദ മാഷ കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. പിന്നെ അതിനെപ്പറ്റി ഞാൻ പറയേണ്ടതെന്ന് അല്ല, അതിൽ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല, ഇന്നലത്തെ സാഹചര്യം എന്താ ചോദ്യം, എന്തായിരുന്നു ഉത്തരവെന്നൊന്നും എനിക്കിപ്പോൾ അത് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെപ്പറ്റിയുള്ള വ്യക്തതയാണ് വരുത്താൻ ഞാൻ ശ്രമിച്ചത്. ഇനി അതിനേക്കാളും കൂടുതൽ പറയണമെങ്കിലും പറയാൻ എൻ്റെ അടുത്തൊക്കെ വിവരങ്ങളുണ്ട്. ഈ RSS ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കിയിരുന്നു, എങ്ങനെയൊക്കെ കോൺഗ്രസ് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളേ അല്ല. അങ്ങനെയൊരു അതിൽ നമ്മൾ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കേണ്ടതില്ല. ഈ RSSനോടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തമായിരുന്നു. RSSുമായി ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ. അതാണ് ഞങ്ങൾ സ്വീകരിച്ച പൊതുവായ നിലപാട്. ഇവിടെ നേരത്തെയുള്ള നിലപാടെടുത്താൽ ഇപ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 4 അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ 1960 ജനസംഘം തീരുമാനിച്ചു. ആദ്യത്തെ മണ്ഡലം കോഴിക്കോട്, രണ്ടാമത്തേത് തൃശ്ശൂരിൽ അണ്ടത്തോട്, മൂന്നാമത്തേത് ഗുരുവായൂർ, നാലാമത്തത് EMS മത്സരിക്കുന്ന പട്ടാമ്പി. പട്ടാമ്പിയിൽ P മാധവമേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത്. പത്രികാ സമർപ്പണമൊക്കെ നടന്നു, സജീവമായ പ്രചരണവും തുടങ്ങി. പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. അത് കോൺഗ്രസുമായി നടത്തിയ ബാന്ധവമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അന്ന് രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെയാണ് ജനസംഘം കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത്. EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് A രാഘവൻ നായരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. അത് കോൺഗ്രസ് ലീഗ് PSP സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ദേശീയ നേതാക്കൾ ഉൾപ്പെടെയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെല്ലാം വന്ന് സംസാരിച്ചു. അതിനു പുറമെ ജനസംഘം നേതാവ് ദീനദയാൽ ഉപാധ്യായ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി. പരസ്യമായ സംഘപരിവാർ ബാന്ധവത്തിലും കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല.
EMS വിജയിച്ചു. 7322 വോട്ടുകൾക്കാണ് EMS അന്ന് വിജയിച്ചു വന്നത്. ഇനി 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 1971 5ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് AKG ആണ്. അപ്പോൾ കോൺഗ്രസിനും ജനസംഘത്തിനും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാരായിരുന്നു? അവിടെ മാങ്കുറിശ്ശിയിലെ ജനസംഘം നേതാവായിരുന്ന TC ഗോവിന്ദൻ. അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെയും RSSൻ്റെയും സഖ്യ സ്ഥാനാർത്ഥി. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി M രാജഗോപാൽ പിൻവാങ്ങി. പക്ഷേ പാലക്കാട്ടെ വോട്ടർമാരും ജനങ്ങളും AKG വിജയിപ്പിക്കുകയാണ് ചെയ്തത്. 1979 കേരളത്തിൽ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ ഘട്ടത്തിലാണ് ഒരു RSSകാരൻ്റെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് EMS പ്രഖ്യാപിച്ചത്. 4 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം അന്ന് വിജയിച്ചു വരികയാണുണ്ടായത്. 1980 ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1980 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വന്നു. 1980 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു O രാജഗോപാലായിരുന്നു, ജനസംഘക്കാരൻ. അന്ന് കോൺഗ്രസ് ഐക്കാർ RSSകാരന് വേണ്ടി വോട്ട് തേടി. രാമണ്ണറയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. 73,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാമണ്ണറെ ജയിച്ചത്. 1980 പെരിങ്ങളം മണ്ഡലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. KG മാരാറും AK ശശീന്ദ്രനും നേരിട്ടത്. അതേ വർഷം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമായിരുന്നില്ല. മുൻ KPCC പ്രസിഡന്റ് K സുധാകരനായിരുന്നു. K സുധാകരൻ അന്നും ജനതാ പാർട്ടി തന്നെയായിരുന്നു. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത്. RSSകാരായ O രാജഗോപാലും KG മാരാരും അംഗങ്ങളായ അതേ പാർട്ടിയിൽ നിന്ന് അതേ ചിഹ്നത്തിലായിരുന്നു സുധാകരൻ മത്സരിച്ചത്. കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി. ഞങ്ങളെ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാ ലീഗിലെ PPV മൂസിയായിരുന്നു. അദ്ദേഹമാണ് സുധാകരനെ പരാജയപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ജനതാ പാർട്ടിയിലെ PR നമ്പ്യാർക്ക് വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചത്. ഇടതുപക്ഷത്ത് VC കബീറായിരുന്നു. അദ്ദേഹം വിജയിച്ചു വന്നു. 1991 ബേപ്പൂർ, വടകര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോലീബി സഖ്യം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോലീബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ 91 കോൺഗ്രസ് ലീഗ് BJP ബാന്ധവത്തെക്കുറിച്ച് തുറന്നങ്ങെഴുതി. പതിപ്പൊരു നിഷേധിക്കാൻ ആർക്കും കഴിയാത്തൊരു കാര്യമാണ്. തീരട്ടെ ഇത് തീരട്ടെ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അല്ല, ഇത് കഴിയട്ടെ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ കോലീബി സ്ഥാനാർത്ഥി ഡോക്ടർ K മാധവൻകുട്ടി, അദ്ദേഹം ഇത് പിന്നീട് വെളിപ്പെടുത്തി. കോലീബി സഖ്യത്തിൻ്റെ രൂപവൽക്കരണത്തിന് മുന്നിൽ നിന്നാരായിരുന്നു? BJPയിലെയും കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കൾ. ഇതേ കോലീബി സഖ്യമാണ് പിന്നീട് നേമത്തും കാണാൻ കഴിഞ്ഞത്, പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിഞ്ഞത്. അതാണ് നമ്മുടെ യാഗമുള്ളിലെ നേരത്തെ വിമാനത്താവള പദ്ധതി ഉണ്ടായ സ്ഥലത്ത് താങ്കളുടെ വകുപ്പായ IT വകുപ്പിന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു ഇലക്ട്രോണിക് മാനുഫാക്ചർ ക്ലസ്റ്റർ രൂപീകരിക്കേണ്ട ഒരു ഫയലുകൾ നീങ്ങുന്നു. അത് പിന്നെ താങ്കളുടെ അറിവോടെയാണോ, അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ടോ? അതെല്ലാം താങ്കളുടെ അറിവില്ലാതെയാണ്? അല്ല, ഈ ഫയലുകൾ നീങ്ങുന്നതെല്ലാം എൻ്റെ അറിവോടുകൂടി ആകണമെന്നില്ലല്ലോ. ഏത് ഫയലും അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ.
പരിശോധിച്ച് എന്താണ് യുക്തമെന്ന് വെച്ചാൽ ആ തീരുമാനം നമുക്ക് എടുക്കാം. അത്രയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറയാനുള്ളത്. അല്ല, മുഖ്യമന്ത്രിയുടെ അതിന്റെ നിലപാട് എന്താ? ആ പദ്ധതി പ്രദേശത്ത് ഓ അല്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം എന്താണെന്നുള്ളത്. സിഎമ്മിന്റെ നിലപാട് എന്താ സി മേഖലയിൽ? ഏത് പദ്ധതിക്കും ഞാൻ എതിരല്ല. ആ പദ്ധതിയുടെ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റൂ. ആ പരിശോധന വിമാനത്താവള പദ്ധതി സിഎമ്മാണ് റദ്ദാക്കിയത് ആദ്യം. അല്ല, പഴയ കാര്യമല്ലേ, ഇരിക്കട്ടെ, പിന്നെ എടുക്കാം നമുക്ക്. അല്ല, അന്ന് ഇപ്പം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ചോദ്യം ചോദിക്കുന്നത് അല്ല